ആപ്കി അദാലത്തിൽ ഭോജ്പൂരി പടങ്ങളുടെ സൂപ്പർ സ്റ്റാറായ ദിനേശ് ലാൽ യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് കുസൃതി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. ശ്രീ ദിനേശ് ലാൽ യാദവ്, ഞാനൊരു കാര്യം പറയാം. താങ്കളുടെ കുട്ടിക്കാലത്തുള്ള കഥകളൊക്കെ കുറേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സിംഗർ ആകണമെന്നായിരുന്നു താങ്കൾ ആഗ്രഹം. അത് എങ്ങനെയുള്ള ആഗ്രഹമാണെന്ന് വെച്ചാൽ പശുവിന്റെ പുറത്തിരുന്നുകൊണ്ട് മണിക്കൂർ കണക്കിന് താങ്കൾ പാടുമെന്ന് കേട്ടു. സത്യമാണ് സാർ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പശുവിൻ്റെ മേത്തിരുന്ന് നല്ലപോലെ പാടിക്കൊണ്ടിരിക്കും ഒരുപാട് സമയം. ആക്ച്വലി എനിക്ക് കൊച്ചുപ്രായം തൊട്ട് കുതിരയുടെ പുറത്തിരിക്കണമെന്ന് അല്ലാത്ത ആഗ്രഹം. അതെന്താണെന്നറിയത്തില്ല, കൊച്ചുപ്രായം തൊട്ട് തന്നെ എനിക്ക് എന്നെ ഒരു രാജാവായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ വീട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു കുതിര പോലും ഇല്ല. എങ്ങനത്തെ രാജാവാം? ഞാൻ ഏത് രാജ്യത്തിലാണോ ജനിച്ചത്, കുതിരയില്ലാത്ത രാജാവായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, കുതിരയില്ലെങ്കിൽ എന്താ, എൻ്റെ കയ്യിൽ പശു ഉണ്ടല്ലോ. സോ അതിനെ മേയ്ക്കുന്ന പണിയായിരുന്നു എനിക്ക് കിട്ടിയത്. പശുവിനെയും ആടിനെയും ഒക്കെ മേയ്ക്കുന്ന പണിയായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. സോ പശുവിൻ്റെ പുറത്ത് ഞാൻ ഇരിക്കത്തില്ല, എരുമയുടെ പുറത്തായിരിക്കും ഞാൻ കയറിയിരിക്കുന്നത്. അതായത് ഒരു എരുമയുടെ മേത്ത് കയറിയിരിക്കുന്ന സുഖം തന്നെ വേറെയാണ്, അത് വേറെ ലെവലായിരിക്കും. സോ ഞാൻ പാടും, അതിൻ്റെ മേത്ത് കയറിയിരുന്ന് പല മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്ന് പാടും. താങ്കളുടെ അച്ഛൻ ആഗ്രഹിച്ചത് താങ്കൾ നന്നായിട്ട് പഠിച്ച് വലിയൊരു ഓഫീസർ ആകണമെന്നായിരുന്നു. അതെ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ബാങ്കിലുള്ള ക്യാഷ്യറുടെ അടുത്താണ് ഒരുപാട് പൈസ ഉള്ളതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് നല്ലപോലെ നീ പഠിച്ചിട്ട് ബാങ്കിലൊരു ക്യാഷ്യറായിട്ട് നീ പണിക്ക് പോകണമെന്നായിരുന്നു. സോ ഞാൻ പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. കൽക്കട്ടയിൽ അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഞാൻ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ആവറേജായിട്ട് ഞാൻ പഠിക്കും. ഇടയ്ക്കിടയ്ക്ക് അടിയും വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. അടി മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കരീഷ്മ കപൂറിൻ്റെ വലിയ ഫാനാ. അവരുടെ എല്ലാ സിനിമയും ഞാൻ ഒരിക്കലും ഫസ്റ്റ് ഷോ കാണാണ്ടിരുന്നിട്ടില്ല. എന്ന് റിലീസായാലും ശരി, ഒരു വർഷം ശരിക്കും ഞാൻ പോവും. ഒരു വട്ടം ഞാൻ ആർമി ക്യാമ്പിലിരിക്കുന്ന സമയത്ത് പോലും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ. കാരണം ഞാൻ ആ സമയത്ത് NCCയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സ്ഥലത്ത് ക്യാമ്പിനോട്ട് പോയതായിരുന്നു. അന്ന് കരീഷ്മ കപൂറിൻ്റെ സിനിമ റിലീസായതായിട്ട് ഞാൻ അറിഞ്ഞു. അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. ഒരുപക്ഷെ ഞാനെങ്ങാനും ഒന്ന് ആ സിനിമ കാണാണ്ടായ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ റെക്കോർഡ് തന്നെ പൊട്ടിപ്പോയേനെ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോയി പോലും അവരുടെ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങനത്തെ ഒരു ഫാനാന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ചുമരിലെല്ലാ സൈഡിലും ഞാൻ അവരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് ആ പൂജയുടെ ദൈവം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ എന്നെ വല്ലാണ്ട് വഴക്ക് പറയും. നീ എന്തിനാണ് ഇതൊക്കെ ഇവിടെ ഒട്ടിച്ചേക്കുന്നത്, ഞാൻ അവർക്കും കൂടെ പൂജിക്കണമെന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അവരൊരു ദൈവമായിട്ട് കരുതി പൂജിച്ചാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് നല്ല അടി, ചുട്ട അടി കിട്ടും. അപ്പോൾ അന്ന് വാങ്ങിച്ച അടി ഇപ്പോഴും ഓർമ്മയുണ്ടോ? സാർ, ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് പോലും എന്നെ സ്വപ്നത്തിൽ വന്ന് അച്ഛൻ അടിക്കും. അപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, അച്ഛൻ എന്നെ വിടാതെ അടിക്കുമെന്ന്. പക്ഷേ താങ്കളുടെ കുസൃതി താങ്കൾ ഉപേക്ഷിച്ചില്ല. സാർ, ഒരു കാര്യമുണ്ടല്ലോ, കുരങ്ങിന് എത്ര പ്രായാലും അത് മറുകണ്ഠം ചാടുന്നു വിടത്തില്ല. ദിനേശ് ലാൽ യാദവ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ നിരവ എന്താണ്? ആ കാര്യം എന്താന്ന് വെച്ചാൽ സാർ, ശരിക്കും ഞാനൊരു സിംഗറായിട്ട് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എൻ്റെയൊക്കെ ഒരു ചില കാസറ്റൊക്കെ പുറത്തു വന്നു. ഒരെണ്ണം വന്നായിരുന്നു ബുഡ്വാലിൽ ദമ്മുണ്ടെന്ന്. ബുഡ്വാലിൽ ദമ്മുണ്ടെന്ന്. അതായത് മുത്തച്ഛനുള്ളിൽ ഒരു ദമ്മുണ്ട്. അതെ, ദമ്മുണ്ട്. കാരണം അതിൽ അമിതാഭ് ബച്ചൻ്റെ ഫോട്ടോ ആണ് ഇട്ടത്. അന്ന് അമിതാഭ് സാറ് പുതിയതായിട്ട് വരുന്ന സ്റ്റാർസിനെ പോലും പൊക്കി അടിച്ചോണ്ട് അഭിനയിച്ചോണ്ടിരുന്നത്. ഒരാളെയും വിട്ടിട്ടില്ല അന്ന്. അപ്പം ഞാൻ അന്ന് ബുഡ്വായിൽ ദമ്മുണ്ടോ എന്നുള്ളൊരു പാട്ട് പാടിയായിരുന്നു. ഒരു കാസറ്റ് വന്നു അതിന്. മറ്റൊരു പാട്ട് വെണ്ണ കഴിച്ച കിളവൻ. അത് ഒരുപാട് പേര് ലൈക്ക് ചെയ്തു സാർ. പിന്നെ അപ്പം മഴക്കാലത്തിന് ശേഷം ഒരു ബീഹാറിൽ വലിയ ഷോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബീഹാറിലോട്ട് പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന സമയത്ത് വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ബീഹാറിലോട്ട് നമുക്ക് പോയി ചേരാൻ പറ്റില്ലെന്ന്. പിന്നെ പബ്ലിക്കിൽ എല്ലാവരും വിളിക്കാൻ ആരംഭിച്ചു. ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രോഗ്രാമുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം, വിടണം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പ്രോഗ്രാം അവിടെയല്ല ഇവിടെയാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ കാണാൻ വന്ന ജനങ്ങളെ മാർക്കറ്റല്ലെന്ന്. പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടെ ദാ നിറോവ വരുന്നെന്ന്. അതിനുശേഷം എന്നെ എവിടെ പോയാലും നിറോവ എന്നായിരുന്നു വിളിക്കാൻ തുടങ്ങിയത് എല്ലാവരും. എനിക്ക് വളരെ വ്യത്യസ്തമായ ഫീലിംഗ്. കാരണം എൻ്റെ പേര് ദിനേശ് പാൽ യാദവ് ആണ്, എന്തുകൊണ്ടാണ് എന്നെ നിറോവ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരു ഹീറോയിൻ ഉണ്ടായിരുന്നു, സ്വാതി വാജ്പായ്.
അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളെ നിറോവാന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന്. കാരണം ജനങ്ങൾ പേരിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും ജനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ആ പേര് ജനങ്ങളായിട്ട് തന്നാൽ അത് നിങ്ങൾ എടുത്തോണമെന്ന് അവർ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പോൾ അന്നോട്ട് ഞാനും ആ നിറോവ എന്നുള്ള പേര് ഏറ്റെടുത്തു. പക്ഷേ ഈ നിരുവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സാർ, നിറോവ എന്ന് പറയുമ്പോൾ ശരിക്കും അത് കുങ്കുമമാണ്. ആ പാട്ടിൽ അതെങ്ങനെയാണ് പടവാക്കി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് വേണ്ടി പണിയെടുക്കണമെന്ന്. ഞാൻ വേണമെങ്കിൽ പാടിത്തരട്ടെ? अरे दुल्ही रहे बीमार, अरे दुल्ही रहे बीमार, निरहुआ 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 सटल रहे, मंगर चाहे सोमार जाके डटल रहे, संगी साथी यार सबसे कटल रहे, मेहर के सेवा में खाली जुटल रहे. സാർ, എനിക്കറിഞ്ഞത് ശരിക്കും ഈ ആൽബം ഇതിനു വേണ്ടി തന്നെ ഹിറ്റായത്. എല്ലാ പെണ്ണുങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഭർത്താവ് തന്നെയാണ് വേണ്ടത്. അവരുടെ കൂട്ടുകാരുടെ കൂടെ ഒന്നും പാർട്ടിക്ക് പോവാണ്ട് സ്വന്തം ഭാര്യയെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പണിയെടുക്കണമെന്ന്. ഒരുപക്ഷെ അവർക്ക് വയ്യാണ്ടായ അവരെ നല്ലപോലെ നോക്കണം. പിന്നെ ഇതുകൊണ്ട് പോലെ ആയിരിക്കും അത്. അമ്മമാരും സഹോദരിമാരുടെ ഇടയ്ക്ക് ഞാൻ നല്ലപോലെ ഫേമസ് ആയി. പിന്നെ അവർ നിറോവ എന്ന് പറഞ്ഞ പേര് എനിക്ക് അങ്ങോട്ട് തന്നു. താങ്കൾ നിരുവ എന്നുള്ള പേരിൽ ഫേമസ് ആയി, ജനങ്ങൾ താങ്കളുടെ ആൽബം കാണുകയും ചെയ്തു. പക്ഷേ ഗാസിപൂരിൽ നിന്നും ബോംബെയിലേക്ക് എങ്ങനെ? അതൊരു വലിയ കഥയാണ് സാർ. ഗാസിപൂർ എൻ്റെ ജില്ലയാണ്. അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു എനിക്ക് ഗാസിപൂരിൽ. അതായത് ഷോ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഒരു സാമിപ്പാട്ട് പാടും അവർ. അതാണ് ആരംഭത്തിൽ പാടുന്നത്. ദൈവത്തിന് പൂജ ചെയ്ത് സരസ്വതിയെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ സാമിപ്പാട്ട് പാടുന്ന സമയത്ത് പബ്ലിക്കിൽ നിന്ന് ഒരാൾ വന്ന് എന്നെ നൃത്തം എന്നൊക്കെ പറഞ്ഞു. നിറോവ, നീ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ട് മാത്രം പാടണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ശരി, ഞാനത് രാത്രി മുഴുവനും പാടാം, നിങ്ങളൊന്ന് ആദ്യം എന്നെ സാമിപ്പാട്ട് പാടാൻ അനുവദിക്കണം. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല, പറ്റത്തില്ല. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സാമിപ്പാട്ട് പാടാണ്ട് എനിക്കൊന്നും പറ്റത്തില്ലെന്ന്. അദ്ദേഹം പിടിവാദം പിടിച്ചോണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കോളറിൽ പിടിച്ചു. അദ്ദേഹം കോളറിൽ പിടിച്ചാ എനിക്കും അതൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അകത്ത് ആഹിർ വന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് അടിച്ച്. സ്റ്റേജിൽ എടുത്തിട്ട് ഞാൻ ഒറ്റ ചവിട്ടി സാർ. ഞങ്ങൾ ബിർഹ പാടുന്ന സമയമാണത്. കയ്യിലാണെങ്കിൽ ഇരുമ്പിന്റെ കർത്താലിയൊക്കെ ഉണ്ടാവും. അപ്പം അത് വായിക്കുന്ന. അപ്പം ആ സമയത്ത് ഞാനത് എടുത്തിട്ട് ഇത് നിന്നെ തീർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം പ്രോഗ്രാം പകുതി തന്നെ നിന്നിട്ട് ഞാൻ അവസാനം വീട്ടിലോട്ട് വന്നു. എൻ്റെ ചേട്ടൻ വിജയ്ലാൽ യാദവ്, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അദ്ദേഹം ബനാറസിൽ നിന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഇന്നലെ പ്രോഗ്രാമിൽ ആരെ അടിച്ചെന്ന് ചോദിച്ചു. പിന്നെ അദ്ദേഹം മുക്താർ അൻസാരിയുടെ ആളാണ്. അതെ, അദ്ദേഹം സാധാരണ ആളല്ല, ഒരു ഷൂട്ടറാ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കത്തില്ല, നീ ചത്തു എന്നൊക്കെ പറഞ്ഞത്. ഇത്രയും ദേഷ്യമോ ധൃതിയോ നിനക്ക് പാടില്ല. നീ ഒരു ആർട്ടിസ്റ്റാണ്, നീ ഒരു പാട്ടുകാരനാണ്, നിനക്ക് ഒരുപാട് പേഷ്യൻസ് വേണമെന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിനേക്കാൾ എന്നെ കൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആരെങ്കിലും എൻ്റെ നാട്ടില്, എൻ്റെ ജില്ലയില്, എൻ്റെ ഗ്രാമത്തിൽ തന്നെ എൻ്റെ വിശ്വാസം നിറവേറ്റാൻ വിടാണ്ട് അവരെങ്ങാനും തടയുവാണെങ്കിൽ അപ്പം ഞാനും അവരെ തടയും. ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ ഇരിക്കാൻ ലായ്ക്കില്ലെന്ന്, നീ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഞാൻ എങ്ങോട്ടായി പോകണ്ടേ? അപ്പം മുംബൈക്ക് പോ. ഇവിടെ ഇത്രയും നല്ല പ്രോഗ്രാംസ് നടക്കുന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ എറിഞ്ഞിട്ടിട്ട് മുംബൈയിലോട്ട് പോയത്. പിന്നെ മുംബൈക്ക് വരണം തന്നെ എൻ്റെ വലിയൊരു ഡ്രീമും. പിന്നെ മുംബൈക്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടി. മുംബൈക്ക് വന്നിട്ട് ഫൈറ്റ്, ഡാൻസ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം സിനിമയിലൊക്കെ എനിക്ക് ചാൻസും കിട്ടി. പിന്നെ താങ്കൾ ചെയ്ത പടത്തിന്റെ ടൈറ്റിൽ പോലും നിരുവ ഋഷക്കാരൻ. ഒരുപക്ഷെ ഒരു നല്ല ഡോൺ ആകാമായിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ആ സമയത്ത് എനിക്കൊരു ഡോൺ സ്ക്രിപ്റ്റും കിട്ടിയതായിരുന്നു. പക്ഷേ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ നടനല്ല, ഞാൻ
നടനാവാനായിട്ട് ഒരു കോഴ്സും ചൂസ് ചെയ്തിട്ടുമില്ല. അപ്പം ഞാനൊരു ഡോണായിട്ട് അഭിനയിച്ചാൽ ഡോണിനെ പോലെ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു റിക്ഷയിലിരിക്കുകയാണെങ്കിൽ റിക്ഷക്കാരനെ പോലെ ഉണ്ടാവും. പിന്നെ ജനങ്ങൾ ഞാനൊരു റിക്ഷ വണ്ടി ഓടിക്കുന്നവനാണ് വിചാരിച്ചു. എന്നെ ആ സിനിമ എന്നൊരു വലിയ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ മാറ്റി. ശരിക്കും ജനങ്ങൾ താങ്കളോട് സ്നേഹം കാണിച്ചെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. എത്രയോ പടങ്ങൾ ഹിറ്റായി. പക്ഷേ ഈ കാര്യവും ഞാൻ കേട്ടിരുന്നു. അതായത് ഷൂട്ടിംഗ് സമയത്ത് ധാരാളം കുസൃതികൾ കാണിക്കുമെന്ന്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് താങ്കൾ ഒരാളെ മരത്തിൽ കെട്ടിവെച്ചെന്നും കേട്ടു. സർ, വേറെ വഴിയില്ല, മരത്തിൽ കെട്ടിടേണ്ട അവസ്ഥയായി. ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തോണ്ട് താങ്കൾ ഒരാളെ സ്റ്റേജിൽ അടിച്ചതും വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാണോ, അതുപോലെ മരത്തിൽ കെട്ടിവെച്ചതും വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാണോ? സർ, നിങ്ങൾ എനിക്കൊരു ചാൻസ് തരുവാണെങ്കിൽ ഞാനത് പറയാം. അപ്പം നിങ്ങൾ തന്നെ പറയും അത് കറക്റ്റ് ആയിരുന്നു എന്ന്. ഞങ്ങൾ ഷൂട്ടിംഗ് എടുത്തോണ്ടിരുന്നു. പിന്നെ നല്ല കൂട്ടം ഉണ്ടായിരിക്കും, ഒരുപാട് ആൾക്കാർ കാണും. ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല. അതിലൊരാൾ മാത്രം ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ ആരംഭിച്ചു. മറ്റേ ഇന്ന് നിങ്ങളിവിടെ ചിരിക്കുന്ന പോലെ തന്നെ അന്ന് ആ പബ്ലിക് മുഴുവനും ചിരിക്കാൻ ആരംഭിച്ച്. അന്ന് ഞങ്ങളെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നുപോയി. ഞങ്ങൾ അവരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അത് വിളിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ആ ചേട്ടാ, ഞാൻ ഒരുപാട് ചെയ്യും, പക്ഷെ നിങ്ങൾ എന്നെ കാണാത്തോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നും പറഞ്ഞു. ഞങ്ങൾ ശരി അവരെ വരാൻ പറഞ്ഞു. എന്നിട്ട് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട്, നിങ്ങൾ മരത്തിൽ കെട്ടിയിടേണ്ട സീനാണ്, ഞാൻ എല്ലാവരുടെ ഒപ്പം ഫൈറ്റ് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ അങ്ങോട്ട് വരുമെന്ന്. ഞങ്ങൾ അയാളെ അവിടെ കെട്ടിയിട്ടിട്ട് സ്വസ്ഥമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഷൂട്ടിങ് നല്ല രീതിക്ക് പോയി. ഇപ്പോൾ പബ്ലിക്കിന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ആർട്ടിസ്റ്റ് എല്ലാം ഭോജ്പൂരി ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്പർ 1 പൊസിഷന് വേണ്ടി പവൻ സിംഗ് ഒപ്പം കേസരിലാൽ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. സാർ തന്നെ പറയൂ, ഇതിലാരാ നമ്പർ 1 ആയി വരിക? ഞാൻ എൻ്റെ 2 ചേട്ടന്മാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 നിരോവയുടെ പേരിലാണ് ബുക്ക് ചെയ്തിരുന്നത്. നിങ്ങൾ 4 or 5 വേണ്ടിയാ വഴക്കിടണമെന്ന്. സോ ഭോജ്പൂരിയിൽ എത്ര സ്റ്റാർസ് ഉണ്ടോ? മനോജ് തിവാരി, രവികിഷൻ ഉണ്ട്, അതുപോലെ പവൻ സിംഗും ഉണ്ട്, കിസാരി ലാൽ എന്നുള്ള പേര് ഇവർ പറഞ്ഞു, പിന്നെ താങ്കളുണ്ട്. ഇതിൽ കൂടുതൽ കുസൃതി കാണിക്കുന്നത് ആരാണ്? പവൻ സിംഗ്, പവർ സ്റ്റാർ. അദ്ദേഹം ഭയങ്കര കുസൃതിയാ. അദ്ദേഹത്തിന്റെ കുസൃതിയെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ സാർ, നിങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് പോലും എനിക്കറിയത്തില്ല. വല്ലാത്ത കുസൃതിയാ. ഞാൻ 2019 തെരഞ്ഞെടുപ്പിൽ നിന്നേ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നോമിനേഷനിൽ ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, പവൻ സിംഗ്, കേസാരി ലാൽ, പിന്നെ നിരോവ 3 പേരും പോകണമെന്നാ. പിന്നെ ഞങ്ങളൊരു ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തു. ആദ്യം ഞാൻ പോയിരുന്നു. പിന്നെ പവൻജി വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇവിടുന്ന് പൊക്കോ, പെട്ടെന്ന് പോകുന്നോ ഇല്ലയോ എന്ന്. അപ്പം ഞങ്ങൾ കേസരി സാർ വന്നുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എന്താ പണി ഇവിടെ എന്ന്. ഓടാ, വട്ടാണോടോ നിനക്ക്? നമ്മുടെ ചേട്ടനല്ലേ, വരട്ടെ, എന്താ പ്രശ്നം എന്നാ ഞാൻ ചോദിച്ചത്. താ നോക്കിയേ, നിന്റെ ഈ സ്വഭാവം എനിക്കിഷ്ടമല്ലാത്ത. അദ്ദേഹത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അദ്ദേഹം കൂടെ വരട്ടെ, 3 പേര് ചേർന്ന് പോയ ജനങ്ങൾക്കൊക്കെ നല്ലതല്ലേന്ന് ഞാൻ പറഞ്ഞത്. ശരി വരട്ടെ, നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്തിനാ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അതിനിപ്പുറം അദ്ദേഹം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരുന്ന്. അതിനുശേഷം ഹലോ, പൈലറ്റ് പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞിട്ട്, എന്താ സാർ? ഇപ്പോ ഹെലികോപ്റ്റർ പവർ സ്റ്റാറേ ഓടിക്കത്തുള്ളൂ. കേസരി സാറ് പെട്ടെന്ന് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾ കണ്ടോ, നിങ്ങളത് കണ്ടില്ലെന്ന്. അപ്പൊ ഞാൻ ഇതുകൊണ്ടല്ലേ പറഞ്ഞത്, നേരത്തെ അദ്ദേഹത്തിന് വിളിച്ചോണ്ട് പോയത് ഞാൻ വരില്ലെന്നൊക്കെ. നിക്ക് നീ ടെൻഷൻ ആവില്ല, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ പവൻജി ടെൻഷൻ ആവില്ല, ഞാൻ നോക്കിക്കോളാം. അല്ല, എന്തിനാ നിങ്ങൾ ഈ ടെൻഷൻ ആവുന്നേ? എനിക്ക് ഓടിക്കാൻ അറിയാം. കേസരിജി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടാ ദയവ് ഇത് അദ്ദേഹത്തിന് ഓടിക്കണ്ടെന്നൊന്ന് പറ. ഹലോ, പുറകിലോട്ട് വന്നിരിക്കേ. നീ അവിടെ ഇരിക്കേ, വന്ന് പുറകിലോട്ട്, ഞാൻ പവർ സ്റ്റാർ ഓടിച്ചോളാം. പൈലറ്റ് ആണെങ്കിൽ ശരിക്കും പേടിച്ചുപോയി. സാർ നിങ്ങൾ എന്തീ കാണിക്കുന്ന, അദ്ദേഹത്തൊന്ന് ഇരിക്കാൻ പറയുന്നു.
അതിനിപ്പുറം കേസരി ഇറങ്ങിയിട്ട് എന്റെ പൊന്നേട്ടാ ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു പോയി. നിക്കാണ്ട് ഓടിക്കളഞ്ഞേ. എന്നിട്ട് അദ്ദേഹം അപ്പോഴേക്കും ആ പോക്കോ പോക്കോ. അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ആർക്കും കുസൃതി കാണിക്കാൻ പറ്റില്ല, ഭയങ്കര കുസൃതിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊച്ചുപ്രായത്തിലൊക്കെ ഹനുമാൻ എന്ന് വിളിക്കുന്നത്, പവൻ സിംഗിനെ. ഇന്നും അദ്ദേഹം അങ്ങനെ കുസൃതിക്കാരൻ തന്നെയാ. പിന്നെ ഞാൻ കേട്ടത് രവികിഷൻ സാർ ഏത് പ്രൊഡ്യൂസറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ക്ലാസ് ഒക്കെ എടുക്കുമെന്നാണ്. സത്യമാണോ? ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരു അദ്ദേഹമാ. അദ്ദേഹം എന്ന് കണ്ടാൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ എന്നും ജീവിതത്തിൽ നല്ല ധൈര്യമായിട്ടിരിക്കണം. ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്. ആരാ പടം എടുക്കാൻ വന്നത്? ഒരാൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാശുണ്ടെന്നും പറയുന്നുണ്ട്. ഒരുപാട് കാശുണ്ടോ? ഇൻഡസ്ട്രിയെ തന്നെ മാറ്റുവോ? എന്നാ ശരി, അദ്ദേഹത്തെ അയക്കി, ഞാൻ അങ്ങോട്ട് മാറ്റിക്കളയാം. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നോക്കിയ മോനെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മായൊക്കെ കൂടിപ്പോയി. അദ്ദേഹം മായെന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ നോക്കുക. അതിനാ ഇത്രയും ദൂരം വന്നേക്കുന്നേ. കാരണം ആരാണോ കച്ചവടം ചെയ്യാൻ വന്നത്, അദ്ദേഹം സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലല്ല, നിനക്ക് മനസ്സിലായില്ല. ഇല്ല, ഞങ്ങൾ മനസ്സിലായെന്നേ പറയത്തുള്ളൂ. നോക്കിയ മക്കളെ, ഇദ്ദേഹം ഒരുമാതിരി സിനിമയൊക്കെ എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയും. അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രി നശിപ്പിച്ചേക്കും. സോ അദ്ദേഹത്തിനടുത്ത് മായുണ്ട്, അദ്ദേഹത്തിന്റെ മായ ഇങ്ങോട്ട് എടുത്തിട്ട് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് മലയ്ക്ക് അയച്ചേക്കാൻ പറയും. അദ്ദേഹം ഇങ്ങനെയാ എനിക്ക് പറഞ്ഞു തരുന്നേ. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ പ്ലീസ് സർ? നിങ്ങൾ എന്നോട് ഹിന്ദി പാട്ടല്ലേ പാടാൻ പറഞ്ഞത്? ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിൽ എൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി പാടിയ പാട്ട് ഞാൻ പാടിയേക്കാം. പിന്നെ എൻ്റെ ഗേൾഫ്രണ്ട് നിങ്ങളെപ്പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഗേളാ. താങ്ക് യു. പിന്നെ ഞാൻ എപ്പോഴും ഈ പാട്ട് തന്നെയായിരിക്കും പാടുന്നത്. तुझे देख के आहें भरता हूँ, तुझे देख के आहें भरता हूँ, लव तुझे लव मैं करता